നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പല ദാമ്പത്യ ജീവിതങ്ങൾക്കിടയിലും ഇപ്പോൾ ഹസ്ബൻഡ് വൈഫും ഒരേ വീട്ടിൽ ഒരുമിച്ചാണ് താമസിക്കുന്നെങ്കിലും അവർ തമ്മിൽ അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അതൊരു കോമണാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുമ്പോൾ പോലും അവർ ഒരുപാട് അകലുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരുപാട് അകന്ന് പോയതുപോലുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നു. അത് പലപ്പോഴും ഉണ്ടാവാനുള്ള ഒരു റീസൺ ഈ കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ആ അകലം കൂടും. രണ്ട്, ഇവർ ഒന്നിച്ചു വന്നു, ഇവരുടെ ഇടയിൽ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ ഇനിഷ്യലി ഉണ്ടാകുന്നു. പക്ഷേ ഈ കോൺഫ്ലിക്ട്സുകൾ എന്ത് ചെയ്യുന്നില്ല, ഇവർ പരിഹരിക്കുന്നില്ല. പരിഹരിക്കാതെ അത് ഇഗ്നോർ ചെയ്തിട്ട് അടുത്ത ഇതിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ മുറിവിന് പുറകിൽ മുറിവായിട്ട് ഇതിങ്ങനെ കൂടി വരിക. അതൊരു സമയമാകുമ്പോഴത്തേക്കിനും അത് സഹിക്കാൻ പറ്റാത്ത പോലെ ഒരു പാർട്ട്ണർക്ക് വരികയും അതൊരു പൊട്ടിത്തെറിയിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളിലേക്കൊക്കെ വരാം. പിന്നീട് ഈ അകലം കൂടാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് മറ്റേ പാർട്ട്ണർ പെർഫോം ചെയ്യാതെ വരുമ്പോൾ ഒരു പാർട്ട്ണർ നിരാശയാവുന്നു, അത് ഫ്രസ്ട്രേഷൻ ആവുന്നു, അത് കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നു. അതും ഒരു വലിയ അകലത്തിന് കാരണമായി മാറുന്നു. ഇമോഷണൽ അൺഅവൈലബിലിറ്റി ഇന്നത്തെ ഒരു വലിയ സാധനമാണ്. ഇമോഷണലായിട്ട് അൺഅവൈലബിളാണ് പലപ്പോഴും ഈ പാർട്ട്നേഴ്സ്. അതായത് ഒരു പാർട്ട്ണർ ഭയങ്കര സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ മറ്റേ പാർട്ട്ണറിന് സാധിക്കാതെ വരുന്നത് വലിയൊരു പരാജയമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഡിസ്റ്റൻസ് കൂടാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ ഡിസ്റ്റൻസ് അപ്പോൾ റിലേഷൻഷിപ്പിനെ ഏതൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യാം? ഈ റിലേഷൻഷിപ്പിനെയും അഫക്റ്റ് ചെയ്യാം, ഇൻഡിവിജ്വലിനെ അഫക്റ്റ് ചെയ്യാം. അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഒന്നിച്ച് ഒരു കട്ടിലേക്ക് കടന്ന് ഉറങ്ങുമ്പോൾ പോലും അവർക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യാം. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ചില ഈ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ എന്നും ഒറ്റയ്ക്കാണ്. പക്ഷെ അവർ താമസിക്കുന്നത് കിടക്കുന്നത് എല്ലാം അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെയോ ആയിരിക്കും. പക്ഷെ എപ്പോഴും അവരുടെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എന്നും ഒറ്റയ്ക്കായിട്ടേ ഉള്ളൂ, എൻ്റെ കൂടെ ആരുമില്ല എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ട്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാതെ വരുമ്പോൾ അങ്ങനെ കൂടിക്കൂടി വരികയും അത് ഭയങ്കരമായിട്ട് വാശിയും വൈരാഗ്യത്തിലേക്ക് വരെ ഫുൾ കോൺഫ്ലിക്റ്റും. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ദേഷ്യമാവും, വൈരാഗ്യമാകും. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് ഉണ്ടായിട്ടുള്ള പല ഇൻസിഡൻസും എടുത്ത് നോക്കുമ്പോൾ ഈ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നടക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെയും പിന്നീട് ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഒരുപാട് റീസൺസ് ഉണ്ടാവും. ഒന്ന്, നമ്മൾ രണ്ട് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അവർക്ക് വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ അപ്പൻ്റെ അമ്മയുടെയും റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, അത് ഒരുപാട് നമ്മൾ അറിയാതെ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പം പറഞ്ഞ വാക്കുകൾ അല്ലെ അമ്മ പറഞ്ഞ വാക്കുകൾ, അതൊക്കെ നമ്മൾ അറിയാതെ പോലും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. അത് രണ്ട് പാർട്ട്നേഴ്സും ചെയ്യും. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവർ ചിലപ്പോൾ രണ്ടുപേരും ജോലി പോകുന്നവരായിരിക്കും. അപ്പോൾ വർക്കിൽ നിന്നുള്ള സ്ട്രെസ്സ്, ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത് വലിയ ഒരു പ്രോബ്ലമാണ്. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ജോലി ഉണ്ടെങ്കിൽ ജോലി കഴിഞ്ഞു വീട്ടിൽ വന്ന് പിന്നെ കുക്ക് ചെയ്യണം, പിന്നെ വീട് ക്ലീൻ ചെയ്യണം, പിന്നെ കുട്ടികളെ നോക്കണം. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് മെഷീൻ. നമ്മളൊരു മെഷീൻ എങ്ങനെ ഓണാക്കി വിടുന്നു അതുപോലെ ഫുൾ ടൈം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് അവർ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ കേൾക്കാൻ ഒരാളില്ലാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോൾ അവർക്ക് നിരാശയിലേക്ക് പോകും. പിന്നെ അകലത്തിന് വലിയൊരു കാരണമാണ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. ഞാൻ എപ്പോഴും പറയും, 2 പേരടങ്ങുന്ന കപ്പിൾ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരാൾ വന്നാൽ ആ റിലേഷൻഷിപ്പ് തകരാൻ ഭയങ്കര എളുപ്പമാണ്. ആ 2 പേരുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് കോൾഡ് കപ്പിൾ റിലേഷൻഷിപ്പ്. ഈ മൂന്നാമതൊരാളാണ് നമ്മുടെ ഫാദറിലോ ആവാം, അല്ലെങ്കിൽ മദറിലോ ആവാം, അല്ലെങ്കിൽ സിസ്റ്ററിലോ ആവാം, ബ്രദറിലോ ആവാം, ഈവൻ നമ്മുടെ ഒരു ഫ്രണ്ട് ആവാം, നമ്മുടെ സിബ്ലിങ്സ് ആവാം. ആര് ഈ കപ്പിൾ റിലേഷൻഷിപ്പിൽ, ഈവൻ ഞാൻ പറയും നമ്മുടെ മക്കളെ പോലും ആ കപ്പിൾ ബൗണ്ടറിക്കകത്ത് കയറ്റാൻ പാടില്ല. കാരണം കപ്പിൾ റിലേഷൻഷിപ്പിന് എപ്പോഴും അതിനെ ആ ഒരു യൂണിറ്റിന് കപ്പിൾസ് 2 പേരും മാത്രമുള്ളൊരു യൂണിറ്റാണ്. ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് മതിലൊക്കെ വെച്ച് കെട്ടിപ്പൊക്കുക. നോ, ബൗണ്ടറി മീൻസ് നമ്മൾ
സർട്ടൻ കാര്യങ്ങൾ ചിലർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുന്നത്, ഇപ്പം ഇതാണ് എൻ്റെ ഒരു ഫിസിക്കൽ ബൗണ്ടറി. ഓക്കെ, ഈ ബൗണ്ടറിക്ക് അകത്തോട്ട് എനിക്ക് എൻ്റെ ഒരു അപരിചിതം വരുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഇമോഷണൽ ബൗണ്ടറീസ് ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്തേക്ക് മറ്റൊരാൾ വരുന്നതിനോട് എനിക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പം ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ ഈ അയ്യോ ഞാനിങ്ങനെ എൻ്റെ അപ്പനോട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്, സോ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പക്ഷേ റിയാലിറ്റിയിൽ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി ഇല്ലെങ്കിൽ അത് കപ്പിൾ റിലേഷൻഷിപ്പിനെ അത് ഭയങ്കരമായിട്ടും ബാധിക്കും. അപ്പം അത് എക്സ്റ്റേണൽ ആയിട്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. ചില റീലുകൾ കാണുമ്പോൾ നമ്മളറിയാതെ തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. അബ്സല്യൂട്ട്ലി. അപ്പം അതായത് ഒരു വീഡിയോ കാണുമ്പോൾ അവർ ഇന്നടത്ത് പോയി എനിക്ക് പോകാൻ പറ്റിയില്ല, അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കമ്പയർ ചെയ്താൽ പഠിപ്പിച്ചേക്കുന്നത്. കുട്ടിക്കാലം മുതലേ നമ്മുടെ ഒരു കൾച്ചറിൽ ഒത്തിരി കമ്പാരിസൺ ഉണ്ട്. ഈ കപ്പിൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇപ്പം അധികം ഉള്ളത്. അപ്പോൾ അവർ ഇന്ന സ്ഥലത്ത് പോയി പറയുമ്പോൾ വൈഫ് ഹസ്ബൻഡോട് പറയും നിങ്ങൾ എന്നെ എവിടെയും കൊണ്ടുപോകുന്നുണ്ടോ. ആബ്സല്യൂട്ട്ലി. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്തു, നമ്മൾ എത്രയോ കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ്. ഇതേപോലെയാണ് അവർ കണ്ടന്റ് പ്രിപ്പയർ ചെയ്താണ് അവർ ഈ വീഡിയോസ് ചെയ്തത്. പക്ഷേ ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചോളം ഓ അവർ ഹാപ്പി കപ്പിൾസ്, എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കുന്നില്ല. സോ ഒരു അമിതമായിട്ടുള്ള കമ്പാരിസൺ, പിന്നെ എക്സ്പെക്ടേഷൻസ്. ഇത് വേറൊരു വലിയ ഫാക്ട് ഉണ്ട് സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറുമായിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് കിട്ടാൻ പോകുന്ന വീഡിയോസ് മെൻ ആർ ടോക്സിക് എന്നുള്ളത്, എനിക്ക് കിട്ടുന്നതെല്ലാം വുമൺ ആർ ടോക്സിക് എന്നുള്ളതുമായിരിക്കും. അപ്പോൾ എൻ്റെ ബ്രെയിനിലേക്ക് കിട്ടുന്ന മെസ്സേജ് എന്തുവാണ്, അവളത് ചെയ്തത് വേറെ എന്തെങ്കിലും റീസൺ, മറ്റേ വേറെ നമ്മളെ തന്നെ ടോക്സിസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കും. എക്സാക്ട്ലി. അപ്പം നമുക്ക് അവരോടുള്ള ദേഷ്യം കൂട്ടാനുള്ള വീഡിയോസ് ആയിരിക്കും പിന്നീട് വരുന്നത്. അത് സിനിമയിലെ ഡയലോഗ് ആകാം, അല്ലെങ്കിൽ വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്തവർ പറയും ഓ ഞാൻ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഈ കപ്പിൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ ഓ ശരിയാണ്, അവർ സന്തോഷിക്കുന്നു, ഞാൻ ഇങ്ങനെയോട് ചോദിച്ചിട്ട് എനിക്ക് സന്തോഷമില്ല. അപ്പോൾ അത് നമ്മളുടെ അടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആഗ്രഹം. അങ്ങനെയാണ് ഇതിന്റെ അൽഗോരിതം വർക്ക് ആവുന്നത്. ഇതൊരു പൊതുവായിട്ടുള്ള പ്രശ്നമാണ്. ഇത് കൂടിക്കൊണ്ട് വരുന്ന ഒരു റീസൺ ആണ് പല കപ്പിൾസിനിടയിലും ഡിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പിൾ അവർക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് നമുക്ക് എന്താണ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ എപ്പോഴും പറയും, ഒരു സ്ത്രീ എപ്പോഴും മനസ്സിലാക്കണം ഒരു പുരുഷൻ എന്താ വേണ്ടുന്നതെന്ന്. അതേപോലെ തന്നെ ഒരു പുരുഷൻ മനസ്സിലാക്കണം ഒരു സ്ത്രീക്ക് എന്താ വേണ്ടുന്നത്. ഇവർ രണ്ടുപേരും ഓരോ സാഹചര്യത്തെ നേരിടുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു പുരുഷന് ഭയങ്കര സ്ട്രെസ് ആയിട്ടുണ്ടെങ്കിൽ അവന് മിണ്ടാതെ ഇരുന്ന് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം സൊല്യൂഷൻ. ദാറ്റ് ഈസ് ഹിസ് ബ്രെയിൻ. അങ്ങനെയാണ് അവൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വെന്റിലേറ്റ് ചെയ്യണം. ഓക്കെ, അവർ ഭയങ്കര സ്ട്രെസ്സിലാണ്, അവർക്കത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ സോ ദേ നീഡ് ടു ടോക്ക്. ഒരേ സമയം ഒരു വീട്ടിൽ രണ്ടുപേർ സ്ട്രെസ്സാണെന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. ഭർത്താവിന് സംസാരിക്കാൻ താല്പര്യമില്ല, ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം, സംസാരിക്കണം. സോ ഭാര്യ ഷെയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഭർത്താവിന് അസ്വസ്ഥതയാവും. സോ ദേ സ്റ്റാർട്ട് ദ കോൺഫ്ലിക്റ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. അപ്പം പുരുഷൻ്റെ സൈക്കോളജി എന്താണെന്നും സ്ത്രീയുടെ സൈക്കോളജി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ, ഞാൻ പറഞ്ഞ സ്കൂളുകളിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കണം, സ്ത്രീയും പുരുഷനും എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അപ്പോഴേ അവർക്കൊരു ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതിൻ്റെ മെയിൻ കാര്യം ബ്ലെയിമിങ്ങും ജഡ്ജ്മെൻറ്റും വരുമ്പോഴാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ അവരോടൊരു കാര്യം പറയാൻ തോന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ബ്ലെയിമിങ് വരുമ്പോൾ, ഇപ്പോൾ ഭർത്താവ് ഒന്നൊരു കാര്യം പറയുമ്പോൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയോ ഭാര്യ ഒരു കാര്യം പറയുമ്പോൾ ഭാര്യയെ കുറ്റപ്പെടുത്തുകയോ ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് പിന്നീട് പറയാനത് ബുദ്ധിമുട്ടായി വരും. ഒരു സ്ത്രീയെ സമയത്തോളം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവളെ കേൾക്കുക എന്നുള്ളതാണ്. പുരുഷനെ സംബന്ധിച്ചോളം കേൾവി ഭയങ്കര കുറവാണ്. അവനെ സംബന്ധിച്ചോളം കേൾക്കുന്നതിന് മുമ്പ് എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് വേണ്ടുന്നത് അവളെ കേൾക്കുക ഒരാളാണ് വേണ്ടത്, ലിസൺ ചെയ്യാനും അവളെ മനസ്സിലാക്കാനും ഒരാൾ വേണം. പുരുഷന് വേണ്ടുന്നൊരു കാര്യം അവനെ റെസ്പെക്റ്റ് ചെയ്യണം, അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ റെസ്പെക്റ്റും അപ്രീസിയേഷനും കൊടുക്കാന്നുണ്ടെങ്കിൽ ഏത് പുരുഷനും സ്ത്രീ പറയുന്നത് കേൾക്കും.
ഇത് സിമ്പിളാ, ഇതൊരു മാജിക് എന്നല്ല, ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യം. പല ഫാമിലികളും ചിലപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹാക്ക് അല്ലെങ്കിൽ ട്രിക്ക് ആയിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടാവുക. പുരുഷനെ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളതും സ്ത്രീയെ ഡീൽ ചെയ്യാന്നുള്ളത് രണ്ടുപേരും അങ്ങോട്ട് മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയല്ല, നിങ്ങൾ ഒന്നിച്ച് ഈ ലോകത്തോട് യുദ്ധം ചെയ്യുന്നതാണ് ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് പോകും. നിങ്ങൾക്ക് ഇൻ കേസ് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചോളം ഒരു പ്രൊഫഷണലാണ്, അവർക്കിതിൻ്റെ കാര്യങ്ങൾ ഇച്ചിലൂടെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു ഉപദേശം തരുന്നൊരു പരിപാടിയല്ല, പകരം നിങ്ങൾക്ക് ഒരുപാട് എഡ്യൂക്കേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ അതിന് സൊല്യൂഷനും കണ്ടെത്താൻ പറ്റും. ഇപ്പം നമ്മളിതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം വലിയൊരു ഫാക്ട് ഉണ്ട്, നമ്മളുടെ പാസ്റ്റ് എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ചൈൽഡ്ഹുഡിൽ കിട്ടിയ ട്രോമാസ്, നമ്മുടെ പേരൻസിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ളത്, പാസ്റ്റ് എപ്പോഴും ഹീൽ ചെയ്യുന്നത്, എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് നല്ലതാവാൻ അത് ഒരുപാട് സഹായിക്കും. ഇപ്പം എനിക്കൊരു ചെറിയൊരു ഡൗട്ട് വന്നത്, ഇപ്പം തെറാപ്പി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പല കപ്പിൾസും അവർക്ക് സ്വയം ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് അവർ തിരിച്ചറിഞ്ഞാലും പുറത്ത് എല്ലാവരോടും പറയാനൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പം ഒബ്വിയസ്ലി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് പുറമേ നിന്ന് ഒരാളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മടിയുള്ള ഒരു കപ്പിൾ ആണെങ്കിൽ അവരത് ഓവർകം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പുറത്തുനിന്ന് ഒരാളോട് പറയുമ്പോൾ എന്നെ അവരെന്ത് വിചാരിക്കും, ഞാൻ ജഡ്ജ്മെൻറ്റൽ ആവുകയാണല്ലോ. പക്ഷെ അപ്പം അത് റിയലൈസ് ചെയ്ത് പുറത്തോട്ട് വരാൻ മടിയുള്ള ഒരു കപ്പിളാണെങ്കിൽ അവരോട് എന്താ? ഇപ്പം നമുക്കൊക്കെ ഇവിടെ തെറാപ്പി തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത്, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യലായിരിക്കും. ഇത് പറയാൻ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, അത് ഇവിടുത്തെ ലീഗൽ ക്രൈറ്റീരിയസാണ്. ആ ക്രൈറ്റീരിയസിൽ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, അത് ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ. അപ്പം ഡിസ്ക്ലോസ് ചെയ്യുന്നത്, ഒന്ന് നമ്മളിപ്പോൾ ഒരാൾ ആത്മഹത്യ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ചെയ്യും. പിന്നെ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് പറയേണ്ടി വരും. പിന്നെ കോടതി നമ്മളോട് പറയുകയാണ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള റീസൺസ് എല്ലാം മെയിനായിട്ടും നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്നത്. അല്ലാത്ത ഒരു സാഹചര്യത്തിലും ഒരു കാരണവശാലും നമ്മളുടെ ക്ലയൻസ് പറയുന്നത് നമുക്ക് പുറത്ത് പറയാൻ സാധിക്കത്തില്ല. അപ്പം ഒരു തെറാപ്പിസ്റ്റിനെ കാണുമ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ്. ഇത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഇന്ന് തന്നത്. അപ്പം കൂടുതൽ വിവരങ്ങളും കൂടുതൽ വീഡിയോസും ആയിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് ഇനി റീച്ച് ചെയ്യാനുണ്ട്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കപ്പിൾസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.